നമസ്കാരം. ഒരുപാട് പ്രതീക്ഷകളോട് കൂടി പുതിയൊരു പ്രഭാതം വന്നെത്തിയിരിക്കുകയാണ്. ബി പോസിറ്റീവിലെ എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. സരസ്വതിയാമം നിൻ ശരണമന്ത്രങ്ങളാൽ ബ്രഹ്മോപാസനക്കിരുന്നു താരക ബ്രഹ്മോപാസനക്കിരുന്നു സഹസ്രകിരണമാമലരുമായി മാർത്താണ്ഡ സഹസ്രാർച്ചനക്കിതാ വരുന്നു. ഉണരൂ ഭഗവൻ ഉണരൂ വേഗം ഉദയത്തിൻ കണിയാവാൻ മേട ഹൃദയത്തിൻ കണിയാവാൻ. ഹരിവരാസനം കേട്ടുമയങ്ങിയ ഹരിഹരപുത്ര ഉണരൂ. അടിയന്റെ കണ്ണീർ പനിനീരാക്കി നീ അഭിഷേകത്തിനെടുക്കൂ. എന്നെ അവിടുത്തെ അടിമയാക്കൂ. വളരെ മനോഹരമായിട്ടുണ്ട് ശരത്തെ ഗാനം. ഈ ഒരു മണ്ഡലമാസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവരും ആ അയ്യപ്പനിൽ മനസ്സ് അർപ്പിച്ചുകൊണ്ട് തന്നെ 41 ദിവസം വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് തീർത്ഥാടനം ചെയ്യുകയാണ്. തീർച്ചയായും ഹൃദയ വ്രതശുദ്ധിയോടുകൂടിയുള്ള ആ ഒരു കാലഘട്ടമാണ് ശബരിമലയിലേക്ക് അയ്യപ്പന്മാരുടെ ഭക്തപ്രവാഹം നടക്കുന്ന ഈ ഒരു കാലഘട്ടം. ശരിക്കും ഇന്ന് ഭക്തജനങ്ങൾ സഹസ്രങ്ങൾ അയ്യപ്പനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഹൂർത്തമാണ്. ശരിക്കും ശബരിമല പലപ്പോഴും മതസൗഹാർദ്ദത്തിന്റെയും മത ഐക്യത്തിന്റെയും ഒരു പ്രതീകമായിട്ട് ശില്പചാരുതയോടുകൂടി വിളങ്ങുന്ന ഒന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ആ ഒരു ഭക്തിയോടുകൂടി തന്നെ ആ ഒരു ഭക്തി ഭാവത്തോടുകൂടി തന്നെ നമുക്ക് നമ്മുടെ ആദ്യ പരിപാടിയിലേക്ക് കടന്നു ചെല്ലാം. നമുക്ക് കാണാം ശുഭസംഗീതം. ഗംഗയാറു പിറക്കുന്നു ഹിമവന്മലയിൽ, പമ്പയാറു പിറക്കുന്നു ശബരിമലയിൽ. പൊന്മല നമ്മുടെ പുണ്യമല, പമ്പ നമ്മുടെ പുണ്യനദി. ഗംഗയാറു പിറക്കുന്നു ഹിമവന്മലയിൽ, പമ്പയാറു പിറക്കുന്നു ശബരിമലയിൽ. പൊന്മല നമ്മുടെ പുണ്യമല, പമ്പ നമ്മുടെ പുണ്യനദി. ഗംഗയാറു പിറക്കുന്നു ഹിമവന്മലയിൽ, പമ്പയാറു പിറക്കുന്നു ശബരിമലയിൽ. പൊന്മല നമ്മുടെ പുണ്യമല, പമ്പ നമ്മുടെ പുണ്യനദി. ദക്ഷിണ ഹിമവാൻ ശബരിമല, ദക്ഷിണ ഭാഗീരഥി പമ്പ. ദക്ഷിണ ഹിമവാൻ ശബരിമല, ദക്ഷിണ ഭാഗീരഥി പമ്പ. ഗംഗാധരനുടെ പുത്രൻ കലിയുഗ ദൈവമിരിക്കും ശബരിമല. പൊന്മല നമ്മുടെ പുണ്യമല, പമ്പ നമ്മുടെ പുണ്യനദി. ഗംഗയാറു പിറക്കുന്നു ഹിമവന്മലയിൽ, പമ്പയാറു പിറക്കുന്നു ശബരിമലയിൽ. പൊന്മല നമ്മുടെ പുണ്യമല, പമ്പ നമ്മുടെ പുണ്യനദി. കാവിയുമുടുത്തു ഗംഗയിൽ മുങ്ങി കാശിക്കു പോകും ഭക്തന്മാർ. കാവിയുമുടുത്തു ഗംഗയിൽ മുങ്ങി കാശിക്കു പോകും ഭക്തന്മാർ. കറുപ്പുമുടുത്തു പമ്പയിൽ മുങ്ങി മലയ്ക്കു പോമയ്യപ്പന്മാർ. പൊന്മല നമ്മുടെ പുണ്യമല, പമ്പ നമ്മുടെ പുണ്യനദി.
ഗംഗയാറു പിറക്കുന്നു ഹിമവൻ മലയിൽ, പമ്പയാറു പിറക്കുന്നു ശബരിമലയിൽ. പൊന്മല നമ്മുടെ പുണ്യമല, പമ്പ നമ്മുടെ പുണ്യനദി. പൊന്മല നമ്മുടെ പുണ്യമല, പമ്പ നമ്മുടെ പുണ്യനദി. പമ്പ നമ്മുടെ പുണ്യനദി, പമ്പ നമ്മുടെ പുണ്യനദി. ഓരോ ദിവസത്തിന് ഓരോ ചരിത്ര പ്രാധാന്യങ്ങളുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 1989 ഡിസംബർ 26 പ്രശസ്ത കാർട്ടൂണിസ്റ്റായ ശങ്കർ അന്തരിച്ചത്. നമുക്കറിയാം, ഒരു കാർട്ടൂൺ പത്രങ്ങളിലായാലും മാഗസീൻസിലായാലും ഒരു കാർട്ടൂണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതൊരു പിക്ചോറിയൽ എഡിറ്റോറിയൽ ആണ്. അതിലൂടെ തന്നെ ഒരു വലിയ വാതായനം, സമൂഹത്തിന്റെ തന്നെ ഒരു വലിയ വാതായനം കാണിക്കുവാൻ ഏതൊരു കാർട്ടൂണിസ്റ്റിനും കഴിയുന്നു. അത്തരത്തിലൊരു മഹാൻ മരിച്ച ദിവസമാണ് ഇന്ന്. അതുപോലെ തന്നെ ഹൃദയ, മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ലോകത്തിലാദ്യമായിട്ട് ഒരു മുഴുനീള ചലച്ചിത്രം സ്റ്റോറി ഓഫ് ദ കെലി ഗ്യാങ് ആദ്യമായിട്ട് രൂപം കൊണ്ടതും ഈ ദിവസം തന്നെയാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ള ചരിത്ര സത്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന പരിപാടിയാണ് അടുത്തത്. നമുക്ക് കാണാം ചരിത്രത്തിൽ. അപ്പോൾ ശരത്തെ, ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മണ്ഡലമാസ പൂജയാണ്. അപ്പോൾ 41 ദിവസം വ്രതം അനുഷ്ഠിച്ചുകൊണ്ടാണ് അയ്യപ്പ ഭക്തന്മാർ തീർത്ഥാടനം നടത്തുന്നത്. ഇതിന് പിന്നിലുള്ള ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് പന്തളം കൊട്ടാരത്തിലാണ് അയ്യപ്പന്റെ ബാല്യം അല്ലേ? ഈ ഒരു ബാല്യകാലത്തിലാണ് അയ്യപ്പൻ പാലിന് വേണ്ടിയിട്ട്, അതായത് പുലിപ്പാലിന് വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോകുന്നത്. തിരിച്ച് പാലുമായി തിരിച്ച് പന്തള കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും തന്നെ മനസ്സിലാകുന്നു അയ്യപ്പൻ ദൈവികമായ ഒരു ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന്. അപ്പോൾ മന്ത്രി വന്ന് അയ്യപ്പനോട് ചോദിക്കുകയാണ്, താൻ ചെയ്ത പാപത്തിന് മുക്തി നേടാനായി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അയ്യപ്പൻ നൽകുന്ന മറുപടിയാണ്, വർഷത്തിൽ 41 ദിവസം വ്രതം അനുഷ്ഠിക്കുക, എന്നിട്ട് തീർത്ഥാടനം ചെയ്യുക. ഈ ഒരു ഐതിഹ്യത്തിലൂടെയാണ് 41 ദിവസം വ്രതം അനുഷ്ഠിക്കുകയും പിന്നീട് അയ്യപ്പ ഭക്തന്മാർ തീർത്ഥാടനം നടത്തുകയും ചെയ്യുന്നത്. അതെ ഹൃദയ, ഈ ഐതിഹ്യം പറഞ്ഞപ്പോൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു സംഗതിയുണ്ട്. കാരണം ഇന്ന് വളരെ വിവാദമായിട്ട് നിൽക്കുന്ന പല കാര്യങ്ങൾക്കും ശബരിമല സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. ഹൃദയ പറഞ്ഞതുപോലെ വ്രതശുദ്ധിയോടുകൂടി പുരുഷന്മാരാണ് ശബരിമല ദർശനം നടത്തേണ്ടത്. പ്രായമായ സ്ത്രീകൾക്കും ചെറുബാലികമാർക്കും ശബരിമല ദർശനം ആവാം എന്നാണ് ഐതിഹ്യം. പക്ഷേ ഇന്ന് പലപ്പോഴും പലരും ശബരിമല ദർശനത്തിന് വേണ്ടി വാദഗതികൾ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിനോടൊപ്പം തന്നെ വ്രതത്തിന്റെ കാര്യം പറഞ്ഞു. പക്ഷെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ശരിക്കും അനുഭവമുള്ള കാര്യമാണ്. കൂടെയുള്ള സുഹൃത്തുക്കളൊക്കെ 2 ദിവസത്തിന് മുമ്പ് വ്രതമെടുത്തിട്ട് അയ്യപ്പ ദർശനം നടത്തുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. എന്തു തന്നെ ആയാലും നമ്മുടെ ഐതിഹ്യങ്ങളും ആചാരങ്ങളും ഒക്കെ നാം മുറുകെ പിടിക്കുക, നല്ലതിന് വേണ്ടി മാത്രം. തീർച്ചയായും ശരത്തെ, നമ്മുടെ കേരള സംസ്കാരം എന്ന് പറയുന്നത് അയ്യപ്പന്റെ ശബരിമലയുമായി തന്നെ ചേർന്ന് നിൽക്കുന്നത് ഒന്നാണ് അല്ലെ? അപ്പോൾ ഇത്തരത്തിലുള്ള സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ കേരളീയരുടെ തന്നെ ഒരു മുഖചിത്രമാണ്. അത് നഷ്ടപ്പെടുത്താതെ, അത് കളങ്കപ്പെടുത്താതെ മുറുകി പിടിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. എന്തായാലും തന്നെ നമ്മുടെ അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കാൻ സമയമായിരിക്കുകയാണ്. നമുക്ക് കാണാം പ്രവീൺ പരമേശ്വർ അവതരിപ്പിക്കുന്ന വഴിത്തിരിവ്. ഹരിയും ശ്യാമും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഒരു കോളേജിൽ ഒരു ക്ലാസ്സിലിരുന്ന് പഠിച്ചവർ, ഒരുമിച്ച് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ചവർ, ചില പരീക്ഷകളിലെങ്കിലും ഒരുമിച്ച് പരാജയപ്പെട്ടവർ, ഒരുമിച്ച് ക്ലാസ്സിലിരുന്നവർ, ഒരുമിച്ച് ക്ലാസ്സിന് പുറത്താക്കപ്പെട്ടവർ, ആ ക്യാമ്പസിലെ എല്ലാ സന്തോഷവും ദുഃഖങ്ങളും ഒരുമിച്ച് അനുഭവിച്ചവർ, 5 വർഷക്കാലം ഒരു റൂമിൽ ഒരുമിച്ച് താമസിച്ചവർ, ഹോസ്റ്റലിൽ. അങ്ങനെ എല്ലാ സമയത്തും തോളോട് തോൾ ചേർന്ന് നിന്ന 2 വളരെ അടുത്ത സുഹൃത്തുക്കൾ. ഇവരവരുടെ പോസ്റ്റ് ഗ്രാജുവേഷന് ശേഷം ക്യാമ്പസിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ആദ്യത്തെ ദിവസങ്ങളിൽ വീണ്ടും അവർ പരസ്പരം നിരന്തരമായി കണ്ടുകൊണ്ടേയിരുന്നു. പല വൈകുന്നേരങ്ങളിലും അവർ കണ്ടുകൊണ്ടേയിരുന്നു. 2 പേർക്കും 2 നഗരങ്ങളിൽ ജോലി കിട്ടി. 2 പേരും ജോലിയുടെയും കുടുംബജീവിതത്തിൻ്റെയും ഒക്കെ തിരക്കിലേക്കങ്ങ് ഊളിയിട്ടിറങ്ങി. ഹരി എപ്പോഴും വിചാരിക്കും ശ്യാമിനെ ഒന്ന് ടെലിഫോണിൽ വിളിച്ച് സംസാരിക്കണമെന്ന്. ആദ്യത്തെ ദിവസങ്ങളിലേക്ക് അത് നടക്കുകയും ചെയ്തു. കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഹരിക്ക് തന്നെ തോന്നി, ശ്യാം ഇപ്പോൾ വളരെ തിരക്ക് പിടിച്ച ഒരു ജോലിയിലാണ് നിൽക്കുന്നത്, ഞാനിനി അവനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശല്യപ്പെടുത്തുന്നത് ശരിയല്ല.
ഞാൻ വിളിക്കുമ്പോൾ അവൻ്റെ അടുത്ത സുഹൃത്തായതുകൊണ്ട് തന്നെ അവൻ എടുക്കാതിരിക്കാൻ കഴിയത്തുമില്ല. അപ്പം ഞാൻ വിളിക്കുമ്പോൾ അവന് ഫോൺ എടുക്കുകയും വേണം, സംസാരിക്കുകയും വേണം. എന്നാൽ ഒരുപാട് തിരക്കിലാണ് അവൻ നിൽക്കുന്നത്. വേണ്ട, ഇനി അവനെ അധികം വിളിക്കണ്ട. എന്നാൽ അപ്പുറത്തെ സൈഡിൽ നിന്നുള്ള ചിന്തയോ, അയാൾക്കും വിളിക്കണം, തിരിച്ച് ഹരിയെ അയാൾക്കും വിളിക്കണം എന്ന് തന്നെയാണ് താല്പര്യം. പക്ഷേ അയാളും ചിന്തിക്കുന്നത്, ശ്യാമും ചിന്തിക്കുന്നത്, ഇവൻ തിരക്കിലായിരിക്കില്ലേ, ഈ തിരക്കിനിടയിൽ ഞാനിനി വിളിച്ച് ശല്യപ്പെടുത്തുന്നത് ശരിയാണ്. അവൻ ഒരുപാട് ജോലി തിരക്കിലൊക്കെ ആയിരിക്കും. ഞാൻ വിളിച്ചാൽ അവൻ എടുത്തേ പറ്റൂ, സംസാരിച്ചേ പറ്റൂ, പഴയ സൗഹൃദത്തിൻ്റെ പേരിൽ സമയം ചെലവഴിച്ചേ കഴിയത്തുള്ളൂ. അവനത് ചെയ്യുകയും ചെയ്യും, ഒരു വിഷമവും അവൻ ഉണ്ടാവുകയുമില്ല. പക്ഷേ അവൻ്റെ ഏറ്റവും വിലപ്പെട്ട സമയം ഞാൻ അപഹരിക്കുകയല്ലേ, വിളിച്ച് ശല്യപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഹരിയും ശ്യാമും രണ്ടുപേരും പരസ്പരം ഒരേ കാര്യം തന്നെ ചിന്തിച്ചു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കിലായിരിക്കുമെന്നും വിളിച്ച് ശല്യപ്പെടുത്തേണ്ട കാര്യമില്ല എന്നും ചിന്തിച്ചു. അങ്ങനെ അവർ ആദ്യത്തെ കുറച്ചു കാലം വിളിക്കാതിരുന്നു കഴിഞ്ഞപ്പോൾ അടുത്ത രണ്ടുപേരുടെ മനസ്സിലും തോന്നി, ഞാൻ ഇത്രയും കാലം അങ്ങോട്ട് വിളിക്കാതിരുന്നിട്ടും അവൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചില്ലല്ലോ. അപ്പോൾ പഴയ അടുപ്പമൊന്നും ഇപ്പോൾ ഇല്ല. അവന് തിരക്കായതുകൊണ്ടല്ലേ ഞാൻ വിളിക്കാതിരുന്നത്, അവന് വേണമെങ്കിൽ എന്നെ തിരിച്ചിങ്ങോട്ട് വിളിക്കാമായിരുന്നല്ലോ. വീണ്ടും കുറേ ദിവസം മുന്നോട്ട് പോയി. വീണ്ടും തിരേ ദിവസം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ അതൊരു വിഷമമായി രണ്ടുപേരുടെയും മനസ്സിൽ മാറി. ഇത്രയും അടുത്ത സുഹൃത്തുക്കളായിരുന്നിട്ട് പോലും ഇത്രയും കാലം പരസ്പരം ഞങ്ങൾ വിളിക്കാതിരിക്കുന്നു. അവന് തിരക്കായതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വിളിക്കാത്തത്, എങ്കിലും അവൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചില്ലല്ലോ. അതൊരു വിഷമമായി മാറി. ആ വിഷമം പിന്നെ പതിയെ അകൽച്ചയിലേക്ക് മാറി. ആ അകൽച്ച വല്ലാത്ത രീതിയിൽ അവരെ രണ്ടുപേരെയും രണ്ട് തലങ്ങളിലേക്ക് എത്തിക്കുന്നതിലാണ് പര്യവസാനിച്ചത്. ചുരുക്കി പറഞ്ഞാൽ രണ്ടുപേർക്കും അടുത്തുണ്ടായിരുന്ന ആ ബന്ധം വല്ലാത്ത രീതിയിലുള്ള ഒരു അകൽച്ചയിലേക്ക് എത്തി അവിടെ നിന്നു. ഇവിടെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് പരിചയക്കാരുണ്ട്. ചില സമയത്തെങ്കിലും വളരെ അടുത്ത് ഇടപഴകിയവർ, വളരെ അടുത്ത് നമ്മുടെ ഹൃദയത്തിനോട് അടുത്തു നിന്നവർ. എന്നാൽ അവരൊക്കെ ജീവിതത്തിൻ്റെ തിരക്കുകളിലേക്ക് പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ അടുത്ത സുഹൃത്തുക്കളാകാം, ബന്ധുക്കളാകാം, പരിചയക്കാരാകാം, അവർക്ക് തിരക്കാണ് എന്ന് കരുതി നമ്മൾ അവരെ വിളിക്കാതിരിക്കും. ഫോണിൽ ഒന്ന് നേരിട്ട് പോയി കാണാതിരിക്കും, കുറച്ചു സമയം ഒരുമിച്ച് ചെലവഴിക്കാതിരിക്കും. ഇതിലൂടെ ഉണ്ടാകുന്നത് നമ്മളും അവരും തമ്മിൽ ഒരുപക്ഷെ വീണ്ടും അടുത്തു കൊണ്ടുവരാൻ കഴിയാത്തത്രയും അകലത്തിലേക്ക് നമ്മളിങ്ങനെ മാറിപ്പോവുകയും ചെയ്യും. നമുക്ക് എല്ലാവർക്കും തിരക്കുകൾ ഉണ്ടായിരിക്കും. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ഇടപെടുന്നുണ്ടാവും. പക്ഷേ അപ്പോഴും മറ്റൊരാൾ തിരക്കിലാണെന്ന് കരുതി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ട്രാപ്പിൽ പെട്ടുപോകാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് ഫോൺ വിളിക്കുവാനോ, ഒരു മെയിൽ അയക്കുവാനോ, വാട്സാപ്പിലൂടെ കോണ്ടാക്ട് ചെയ്യുവാനോ, ഫേസ്ബുക്കിലൂടെ കോണ്ടാക്ട് ചെയ്യുവാനോ, ചില അവസരങ്ങളിലൊക്കെ നേരിട്ട് കാണുവാനോ ഒക്കെ നമ്മൾ ശ്രമിക്കണം. പരസ്പരം തിരക്കുകളാണ് എന്ന ഒരു ന്യായീകരണത്തിൽ എത്തി നിന്നാൽ അടുക്കുവാൻ കഴിയാത്ത അകലത്തിലേക്കായിരിക്കും നമ്മൾ മാറിപ്പോവുക. ഈ ഒരു നിമിഷത്തിൽ സ്വയം ചിന്തിക്കുക. നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തിനെ, ബന്ധുവിനെ, പരിചയക്കാരനെ അവനോ അവൾക്കോ തിരക്കായിരിക്കും എന്ന കാരണം കൊണ്ട് മാത്രം കാലങ്ങളായി നിങ്ങൾ വിളിക്കാതിരിക്കുന്നുണ്ടോ? അവൻ്റെ ജീവിതത്തിലേക്ക് വെറുതെ എന്തിന് ഇടപെടണമെന്ന കാരണം കൊണ്ട് മാത്രം നിങ്ങൾ ബന്ധപ്പെടാതിരിക്കുന്നുണ്ടോ? അവന് സമയം ചെലവഴിക്കാൻ ഉണ്ടാവുകയില്ല എന്ന കാരണം കൊണ്ട് നിങ്ങൾ പോയി കാണാതിരിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ വ്യക്തികളെ ഇന്ന് തന്നെ ബന്ധപ്പെടാൻ ശ്രമിക്കുക. ഇപ്പോൾ അകന്നിരിക്കുന്ന ആ ബന്ധത്തിനെ ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കുവാൻ ശ്രമിക്കുക. ബന്ധങ്ങളാണ് ഈ ലോകത്തിൽ നമ്മളെ നിലനിർത്തുന്ന ഏറ്റവും വലിയ ശക്തി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തും. ഇത് നിങ്ങളുടെ തൂലിക ചലിക്കാനുള്ള സമയമാണ്. നിങ്ങളുടെ മനോഹരമായ തൂലികയിലൂടെ ഞങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ എഴുതി അറിയിക്കുക. അതിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു. ഞങ്ങളുടെ വിലാസം ബി പോസിറ്റീവ്, പനോരമ മീഡിയ, ചെട്ടിക്കുളങ്ങര, തിരുവനന്തപുരം 1. ഫോൺ 0471 246 6160. ഇമെയിൽ ID panoramatvmedia@gmail.com. ശരിക്കും ഈ ഒരു മണ്ഡലകാലം എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഭാരതീയരുടെ ഒരു ഉത്സവം തന്നെയാണ്. കാരണം ഓരോ ഭക്തജനങ്ങളും അയ്യപ്പ ദർശനത്തിനായിട്ട് വ്രതമെടുത്ത് കാത്തിരുന്ന്, ശരിക്കും പറയുകയാണെങ്കിൽ അവരുടെ ഒരു വർഷത്തെ സമ്പാദ്യം മുഴുവൻ ഇതിനായിട്ട് കണക്കാക്കി ഒരുക്കി ആ ഉറുമ്പ് അരിമണികൾ കൂട്ടി വെക്കുന്ന പോലെ സ്വരൂപിച്ചു വെച്ച് അയ്യപ്പ ദർശനം നടത്തുന്ന ഒരു വിഭാഗം ജനങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും ശബരിമലയും പമ്പയും ഒക്കെ എന്ന് പറയുന്നത് മതസൗഹാർദ്ദത്തിന്റെ ജീവിച്ചിരിക്കുന്ന വെളിപ്പെടുത്തലുകളാണ്. കാരണം അയ്യപ്പനും വാവരും ഉറ്റ സുഹൃത്തുക്കളാണ്. അത് തന്നെയാണ് ഇത്രയധികം ഭക്തർ അയ്യപ്പ ദർശനം നടത്തി അതോടൊപ്പം തന്നെ വാവരെയും ദർശിക്കാനുള്ള ഒരു പ്രധാന ഘടകം.
ശരിക്കും ഈ ഒരു കാലഘട്ടത്തിലും നമ്മൾ പരസ്പരം സ്നേഹത്തോടുകൂടി സഹവർത്തിത്വത്തോടുകൂടി പ്രവർത്തിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യം തന്നെയാണ്, അല്ലേ വിദ്യ? തീർച്ചയായും ശരത്തെ. പക്ഷെ ശരത്തെ, ഇപ്പൊ ഒരു കാലഘട്ടത്തിൽ, അതായത് ഈ ഒരു സമയത്ത് ശബരിമല നേരിടുന്ന ഒരു പ്രശ്നമുണ്ട്. അതായത് മാലിന്യ സംസ്കരണം തീരെ ഇല്ലാത്തത്. ഓരോ ദിവസം ടൺ കണക്കിന് മാലിന്യ കൂമ്പാരങ്ങളാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും മനുഷ്യരുടെ ഒരു ഇടപെടലുകൾ, ശരിക്കുള്ള ഇടപെടലുകൾ കൂടി അതിനൊരു കാരണം. തീർച്ചയായും നല്ലൊരു പ്രകൃതി സൗന്ദര്യം നൽകുന്ന ഒരു യാത്രയാണ് ശബരിമല യാത്രയെന്ന് തീർത്ഥാടകർ തന്നെ പറയുകയുണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ഒരു സൗന്ദര്യത്തെ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ മാലിന്യ സംസ്കരണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ഒരു വാദം കേൾക്കേണ്ടായി, സ്ത്രീകൾക്കും ശബരിമല പ്രവേശനം വേണം എന്നൊരു രീതിയിൽ. ശരത്ത് അതിനെ യോജിക്കുന്നുണ്ടോ? ശബരിമല ദർശനം സ്ത്രീകൾക്കാവാം, അതിന് അനുയോജ്യമായ രീതിയിൽ. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ വൃദ്ധയായ സ്ത്രീകൾക്കും അതിനോടൊപ്പം തന്നെ കൊച്ചു ബാലികമാർക്കും ആവാം. ശരിക്കും ഒരു അമ്പലം അല്ലെങ്കിൽ ഒരു ക്ഷേത്രം അതിന്റെ നിയമത്തിന് അനുസരിച്ച് നീങ്ങുമ്പോൾ അതിനെതിരായിട്ട് നീങ്ങി വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് വളരെയധികം മോശമായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയാണ്. ശരിക്കും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഇതിനെപ്പറ്റി ധാരാളം അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. ശരിക്കും ഓരോ സ്ത്രീകളും ഇതിനനുസരിച്ച് അയ്യപ്പ ദർശനത്തിനായിട്ട് തങ്ങളുടെ പ്രായം തികയാനായിട്ട് കാത്തിരിക്കുന്ന രീതി വന്നിട്ടുണ്ട്. എന്ത് തന്നെയായാലും ആ ഒരു വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ നമ്മൾ മാനിക്കണം. ഈ ഒരു പുണ്യ ദിവസത്തിൽ തീർച്ചയായിട്ടും പ്രേക്ഷകരിൽ ഒന്നുകൂടി അയ്യപ്പ സ്മൃതി ഉണർത്താനായിട്ട് നമ്മുടെ ഹൃദയ ഒരു ഗാനം പാടുന്നതാണ്. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശബരിഗിരിനാഥ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശബരിഗിരിനാഥ സ്വാമി ശരണമയ്യപ്പ. മണ്ഡലം നോയമ്പു നോറ്റു, അക്ഷരലക്ഷം മന്ത്രങ്ങൾ ഉരുക്കഴിച്ചു, പുണ്യപാപ ചുമടുകളാമിരോ മൂടി കെട്ടുമേന്തി പൊന്നമ്പലമല ചവിട്ടാൻ വരുന്നു ഞങ്ങൾ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശബരിഗിരിനാഥ സ്വാമി ശരണമയ്യപ്പ. തീർച്ചയായും പ്രേക്ഷകരുടെ ഉള്ളിൽ ഭക്തിഭാവങ്ങൾ പകരാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. സാക്ഷാൽ ഭഗവാന്റെ കൃപാകടാക്ഷം ഏവരിലും ചുരിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ബി പോസിറ്റീവിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റധ്യായത്തിൽ വീണ്ടും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.